ഹലോ കൂട്ടുകാരെ, നിങ്ങളിങ്ങനെ ഒരു മരുന്ന് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളതായിരിക്കും. നമുക്ക് കഠിനമായ വയറുവേദന, ഈ മെൻസസിന് മുമ്പൊക്കെ ഉള്ളൊരു ഭയങ്കരമായ വേദന, അല്ലാതെ തന്നെ നമുക്കൊരു ഭയങ്കര വയറുവേദന, ആഹാരം കഴിക്കുമ്പം ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ വന്നാൽ നമ്മളിത് ഇതുപോലുള്ള ഒരു കഷ്ണം ഇഞ്ചി, നിങ്ങൾ ചെയ്യണതായിരിക്കും, എന്നാലും ഞാൻ പറയുന്നത് പോലെ ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും വേണം. ഇത്രയും ഉപ്പാണ് മെയിൻ. ഇത്രയും ഉപ്പ് വേണം. നമുക്ക് BP ഒക്കെ ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ ഈ മരുന്നിന് ഇത് ഉപയോഗിക്കണോണ്ട് ഒരു കുഴപ്പമില്ല. നമുക്കിത് കുടിച്ചെന്ന് പറഞ്ഞ് ഒരു കുഴപ്പവും വരില്ല. നല്ല വയറുവേദനയും നല്ല ദഹനവും പിന്നെ നമുക്ക് ഭയങ്കര വിശപ്പൊക്കെയാണ് ആഹാരം കഴിക്കാൻ. അതുപോലെ തന്നെ ഉടനെ ബാത്റൂമിൽ പോകാൻ തോന്നും. നമ്മളെ വയറുവേദന, മെൻസസ് വരുമ്പോഴുള്ള വയറുവേദന, എനിക്ക് കഠിനമായ വയറുവേദനയായിരുന്നു. ഇപ്പം എനിക്ക് യാതൊരു കുഴപ്പമില്ല. എന്താഹാരം കഴിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഇങ്ങനെ ഭയങ്കരമായിട്ട് വരുമാനം ഇതുപോലെ ഇത് കുടിക്കും. ചിലർ കുറേ വെള്ളത്തിലൊക്കെ കുടിക്കും. ഇത് ഇത്രേ ആവാം, കുറച്ച് വെള്ളത്തിൽ ഔഷധം പോലെ കുടിക്കണം. എന്നിട്ടിത് ഉപ്പൊക്കെ ഇട്ട് ഇഞ്ചിയും കൂടെ അടിച്ച് വെച്ചിരിക്കണേന്ന്. എന്നിട്ട് നമ്മളതിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ദൂരം വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കും. അത് വെളിച്ചെണ്ണ ഒഴിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇഞ്ചി ആയതുകൊണ്ടേ നമ്മൾ കുടിക്കുമ്പം ചിലപ്പം വയറിനൊരു നീറ്റലുണ്ടാവും. ആ നീറ്റൽ മാറാൻ വേണ്ടിയാണ് നമ്മളൊരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കണത്. പിന്നെ ഉപ്പ് വേണ്ടാത്തവർക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇടാം. പക്ഷേ പഞ്ചസാരയേക്കാളും ഉപ്പാണ് ഏറ്റവും നല്ലത്. നിങ്ങളിങ്ങനെ ഒരു മരുന്നുണ്ടാക്കി കുടിച്ച് നോക്കുക. കഠിനമായ വയറുവേദനയും വിശപ്പില്ലായ്മയൊക്കെ മാറും. നമുക്ക് ബാത്റൂമിൽ പോകാനൊക്കെ നല്ല സുഖമാവും. വെളിച്ചെണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് വയറ് നീറ്റലുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. പക്ഷേ ചിലർക്ക് മിക്കവാറും വയറൊരു നീറ്റലോ എരിച്ചിലോ പോലെ വരും. അതിന് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കണം. ഞാനിപ്പോൾ ഒഴിച്ചപ്പോൾ ഒരു തുള്ളി കൂടിപ്പോയി. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്യണം. നല്ലതാണ് കേട്ടോ വയറുവേദനയ്ക്കൊക്കെ. ഓരോരുത്തരും ഇങ്ങനെ വയറുവേദന ഓടി ആശുപത്രിയിൽ പോകും. എത്ര രൂപയാവും? നമ്മൾ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ 1000 രൂപ തന്നെ വയറുവേദനയ്ക്ക്. പിന്നെ ചെക്കപ്പ് അത് ഇതൊന്നും വേണ്ട. നല്ല ഒരു ഔഷധമാണ് ഇഞ്ചി. ഇത്രയാവാം കേട്ടോ, കുറച്ച്. ഞാൻ എടുത്ത കൂടി പെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഇത്രയും മതി. അതുകൊണ്ട് നിങ്ങളിത് ഉപയോഗിച്ച് നോക്കി. നല്ലതാണ്. നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. എന്നാലും ചിലരൊക്കെ എൻ്റെ പറഞ്ഞ ഒരുപാട് വെള്ളത്തിലാണ് അത് ചെയ്യുന്നത്. അത് ശരിയാവില്ല. ഇങ്ങനെ തന്നെ ഒറ്റ നേരം കുടിച്ചാൽ മതി. അടിപൊളി, വയറുവേദനയൊക്കെ മാറി അടിപൊളിയാവും. ഇത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ചെറിയ ചെറിയ മരുന്നുകളുടെ ഇത് പൊടിക്കൈകളുണ്ട്, പറഞ്ഞു തരാം. ഇഷ്ടമാണെങ്കിൽ നിങ്ങളത് കണ്ടിട്ട് ലൈക്ക് ചെയ്യണേ. ഇത് നല്ലതാണ് കേട്ടോ. ഒരുപാട് പേർക്ക് ഇതുണ്ട്, ഗുണമുണ്ടായിട്ടുണ്ട്. അതുപോലെ വേറൊരു അസുഖത്തിനും ഒരു മരുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഒരുപാട് പൈസ ചിലവാക്കിയവരൊക്കെ ആ ഒരു മരുന്നിൽ പിടിച്ചു നിന്ന് നല്ല രക്ഷപ്പെട്ടു വന്നു. അതൊരു അതിമധുരത്തിൻ്റെ ഒരു മരുന്നാണ്. എന്തായാലും ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അടിപൊളിയാണ്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. ശകലം ഒന്ന് കൂടിപ്പോയി, ഇത്രയും വേണ്ട. അതുകൊണ്ടാണ് ഒന്നും കൂടി പറയണത്. ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചത്. വെളിച്ചെണ്ണ വേണ്ടെങ്കിൽ ശകലം പഞ്ചസാര ഇട്ടാലും ഉപ്പും കൂടെ ഇട്ട് പഞ്ചസാര ഇട്ടാലും കുഴപ്പമില്ല. പക്ഷെ ഉപ്പ് നമുക്ക് കൂടുതൽ വേണം, എന്നാലും നമുക്ക് വയറിനൊരു ഇതാവുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കണതാണെങ്കിലും ഞാൻ കാണിച്ച ഈ മരുന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി. അടിപൊളിയാണ്. വയറുവേദനയൊക്കെ മാറി നല്ലതുപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റും. നല്ലതായിട്ട് കുറച്ച് സമയം ഒരു ഇതായിരിക്കും. അത് കഴിയുമ്പോൾ അടിപൊളിയാകും. നിങ്ങളെല്ലാവരും ഇത് കണ്ട് ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കേ.